പ്രവാസിയെ വ്യാജ മാലമോഷണ കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 14 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കി നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. CCTV സാദൃശ്യം മാത്രം നോക്കി ചക്കരക്കൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയ തലശ്ശേരി സ്വദേശി താജുദ്ദീൻ 54 ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത്. താജുദ്ദീന്റെ ദുരിതകഥ വാർത്താ പരമ്പരയിലൂടെ മീഡിയ വണ്ണാണ് പുറം ലോകത്തെത്തിച്ചത്. 2018 മകളുടെ കല്യാണത്തിന് നാട്ടിലെത്തിയ താജുദ്ദീനെ ചക്കരക്കൽ പോലീസ് പിടികൂടുന്നത്. സ്ത്രീയുടെ മാല മോഷ്ടിച്ചു എന്നതായിരുന്നു കുറ്റം. നിരപരാധിയാണെന്ന് പലതവണ ആവർത്തിച്ചിട്ടും പോലീസ് മുഖവിലക്കെടുത്തില്ല. CCTV ദൃശ്യത്തിലെ സാദൃശ്യം മാത്രമാണ് പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് 54 ദിവസത്തെ ജയിൽവാസം. ജാമ്യം ലഭിച്ച ശേഷം താജുദ്ദീൻ ഖത്തറിലേക്ക് മടങ്ങി. മടക്കയാത്രയുടെ കാലാവധി കഴിഞ്ഞതിനാൽ അവിടെയും കേസ്. 23 ദിവസമാണ് ഖത്തറിൽ ജയിൽവാസം അനുഭവിച്ചത്. പിന്നീട് നീണ്ട നിയമ പോരാട്ടം. ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ പക്ഷേ നിരപരാധിത്വം വ്യക്തമായി. മറ്റൊരാളാണ് മാല മോഷ്ടിച്ചതെന്ന് പോലീസ് തന്നെ കണ്ടെത്തി. തുടർന്നാണ് നഷ്ടപരിഹാരത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ജീവിക്കാനുള്ള അവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നഗ്നമായ ലംഘനമുണ്ടായെന്ന് ഹൈക്കോടതി കണ്ടെത്തി. താജുദ്ദീന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഹൈക്കോടതി ഉത്തരവ്. കൂടാതെ മക്കൾക്കും ഭാര്യയ്ക്കും ഓരോ ലക്ഷം വീതം 4 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണം. തുക കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാമെന്നും കോടതി ഉത്തരവിലുണ്ട്. നീതി ലഭ്യമായില്ലെന്നും കൂടുതൽ നഷ്ടപരിഹാരത്തിനായി നിയമ പോരാട്ടം തുടരുമെന്നും താജുദ്ദീന്റെ കുടുംബം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇനിയിപ്പോ ഇതിലൊന്നും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ ഉപ്പാന്റെ ആയുസ്സിലുള്ള 8 വർഷം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും ഈ ഒരു പോലീസുകാരന് മാത്രമാണ് ഇങ്ങനെ ഒരു ഡൗൺ വർത്തിൽ പോകുന്നത്. നമുക്ക് ഒരു 10 കോടി തന്നതിനാലും എന്റെ ഉപ്പാന്റെ ആയുസ് ഒരാൾക്കും തിരിച്ചു കൊടുക്കാൻ പറ്റൂല. മീഡിയ വൺ, കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഖത്തറിൽ നാളെ ഖത്തർ ഇൻകാസ് സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമത്തിൽ സതീശൻ പങ്കെടുക്കും. ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ഇന്ന് രാവിലെയാണ് VD സതീശൻ ദോഹയിലെത്തിയത്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ഇൻകാസ് ഭാരവാഹികൾ സ്വീകരിച്ചു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി നാളെ സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമത്തിൽ സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അബു ഹമൂർ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മുതലാണ് പരിപാടി. 1500-ലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഇൻകാസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലാപരിപാടികളും അരങ്ങേറും. SIR അടക്കം പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ധരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഇൻകാസ് ഖത്തർ പ്രസിഡന്റ് സിദ്ദീഖ് പുറായിൽ, ജനറൽ സെക്രട്ടറി KV ബോബൻ, ട്രഷറർ ജീസ് ജോസഫ്, ഭാരവാഹികളായ ഷമീർ ഏറാമല, ജോപ്പച്ചൻ തെക്കേക്കൂറ്റ്, മുഹമ്മദ് ഷാനവാസ്, ജോൺ ഗിൽബർട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ വൺ, ദോഹ. വെടിനിർത്തൽ ലംഘനം തുടർന്ന് ഇസ്രായേൽ. ഗസ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുഞ്ഞു കൊല്ലപ്പെട്ടു. റഫേൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണം വിഫലമായെന്ന് ഇസ്രായേൽ. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് വെടിനിർത്തൽ പ്രക്രിയ അട്ടിമറിക്കാൻ ഇസ്രായേൽ തുനിയുന്നതായി ഹമാസ്. ഹമാസ് നിരായുധീകരണം മുഖ്യ ലക്ഷ്യമാക്കി വേണം 2ാം ഘട്ട വെടിനിർത്തൽ നടപടികളെന്ന് അമേരിക്ക നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുണ്ട്. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവസാന ബന്ദിയുടെ മൃതദേഹവും കണ്ടെത്താൻ തെക്കൻ ഗസയിൽ ഹമാസും റെഡ് ക്രോസ് സംഘവും തെരച്ചിൽ തുടരുകയാണ്. ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപ്രധാനവുമായ ബന്ധങ്ങൾ, മേഖലയിലെ പൊതുതാൽപര്യങ്ങൾ, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്തു. US വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ബ്രയാൻ മാസ്റ്റ്, വൈസ് ചെയർമാൻ ഗ്രിഗറി മീക്സ് എന്നിവരുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഒമാന്റെ തലസ്ഥാന നഗരം ആഘോഷത്തിലലിയുന്ന മസ്കറ്റ് നൈറ്റ്സ് തുടരുകയാണ്. മസ്കറ്റ് നൈറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി അമീറാത്ത് പബ്ലിക് പാർക്കാണ്. മസ്കറ്റ് നൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും അമീറാത്ത് പബ്ലിക് പാർക്കിലാണ്. ഒമാന്റെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പൈതൃക ഗ്രാമമാണ് ഇവിടത്തെ പ്രധാന പ്രത്യേകത. അലി കൂട്ടായി ചേരുകയാണ്. അലി, എങ്ങനെയാണ് മസ്കറ്റ് നൈറ്റ്സ് പുരോഗമിച്ചു വരുന്നത്? ആളുകളൊക്കെ എത്രത്തോളം സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഇതിൽ പങ്കുചേരുന്നത്? മസ്കറ്റ് നൈറ്റ്സിലെ ആഘോഷങ്ങൾ തുടരുകയാണ്. 8 വേദികളിലായി നഗരത്തിലെ വിവിധ വേദികളിലായാണ് മസ്കറ്റ് നൈറ്റ്സ് ഇപ്രാവശ്യം ആഘോഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത് പബ്ലിക് പാർക്കിലാണ്.
മസ്കറ്റ് നൈറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ ഒന്നാണ് അമറാത്ത് പബ്ലിക് പാർക്ക്. അത് പറയാനുള്ളൊരു കാരണം ഒമാന്റെ പഴയ കാലം, അതായത് പൈതൃക ഗ്രാമത്തെ അമറാത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഹെറിറ്റേജ് വില്ലേജ് ഒമാൻ എങ്ങനെയായിരുന്നു എന്ന് സ്വദേശികളെയും വിദേശികളെയും കാണിക്കുന്നതിന് വേണ്ടി, അവർക്ക് അതിൻ്റെ അനുഭവേദ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഹെറിറ്റേജ് വില്ലേജാണ് അമറാത്ത് പാർക്കിലെ ഒരു പ്രധാന പ്രത്യേകത. ഇതിൽ തന്നെ സ്വദേശികൾക്കും വിദേശികൾക്കും, അതായത് ഒമാനിൽ ഉള്ള വിദേശികളായ ആളുകൾക്ക് ഒമാൻ എങ്ങനെയായിരുന്നു എന്നും മുൻകാലങ്ങളിൽ, അതായത് ഈ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ഒമാൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒമാൻ്റെ പൈതൃക ഗ്രാമം, അതായത് മുൻകാലങ്ങളിലുള്ള ഒമാൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന പൈതൃക ഗ്രാമമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന് വിവിധ കലാപരിപാടികൾ, അതായത് ഇന്ത്യ മറ്റു രാജ്യങ്ങളിലുള്ള വിവിധ കലാപ്രകടനങ്ങൾ ഉള്ള ഒരു വേദി, സ്റ്റേജ് ഒരുക്കി എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ ഒമാനി കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഓരോ സമയത്തും വിവിധ പരിപാടികളുമായി അമറാത്ത് പാർക്ക് നിറഞ്ഞു കവിയുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ, മസ്കറ്റ് നൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ് അമറാത്തിലെ ഈ പബ്ലിക് പാർക്ക്. നമ്മളിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ആൾക്കൂട്ടത്തെ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന മസ്കറ്റ് നൈറ്റ്സിലെ ഒരു ഇടം കൂടിയാണ് അമറാത്ത് പബ്ലിക് പാർക്ക്. പെട്ടെന്ന് ആളുകൾക്ക് എത്തിപ്പെടാനാവുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. ഇവിടെ ഈ മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മസ്കറ്റ് നൈറ്റ്സിൻ്റെ സമയത്ത് അല്ലാത്ത സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഭാഗമായി കൂടുതൽ സ്വദേശികളും വിദേശികളും കൂടുതലായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രധാനമായും ഈ ഒമാൻ്റെ ഒരു ശീതകാല ഉത്സവം കൂടിയാണ് മസ്കറ്റ് നൈറ്റ്സ്. കാരണം വിൻ്റർ സീസണാണ്, കൂടുതൽ തണുപ്പുള്ള സീസണാണ്. ഈ സമയത്താണ് സ്വദേശികളും വിദേശികളും വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുകയും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്, കൂടുതൽ ഒരു വിനോദ പരിപാടികളിലേക്ക് അവർ കടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നല്ല കാലാവസ്ഥ ആസ്വദിക്കാനുള്ള ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ മസ്കറ്റ് നൈറ്റ്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിൻ്റർ സീസൺ തന്നെ നടത്തുന്നു എന്നതാണ് ഒരു വലിയൊരു പ്രത്യേകത. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മീഡിയ വൺ ഈ മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഒരു മീഡിയ പാർട്ണർ കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഇന്ത്യൻ ചാനൽ ആദ്യമായി മീഡിയ പാർട്ണർ ആവുന്നു എന്ന പ്രത്യേകതയും ഇപ്രാവശ്യത്തെ മസ്കറ്റ് നൈറ്റ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സിൻ്റെ വിവിധ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മീഡിയ വൺ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് കൂടുതൽ ആഘോഷങ്ങളിലേക്ക്, കൂടുതൽ പൊലിമകളിലേക്ക്, കൂടുതൽ വർണ്ണാഭമായി മാറുകയാണ്. എസ് അലി കൂട്ടായിയാണ് വിവരങ്ങൾ നൽകിയത്. UAEയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിൽ 7 പുതിയ സ്റ്റേഷനുകൾ കൂടി പ്രഖ്യാപിച്ചു. ഇതോടെ മൊത്തം പാസഞ്ചർ സ്റ്റേഷനുകളുടെ എണ്ണം 11 ആകും. ഈ വർഷം പാസഞ്ചർ സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് പുതിയ സ്റ്റേഷനുകൾ പ്രഖ്യാപിച്ചത്. അബുദാബി എമിറേറ്റിലെ അൽസില, അൽദന, അൽ മിർഫ, മദീനത്ത് സായിദ്, മസൈറ, അൽഫയ, ഷാർജ എമിറേറ്റിലെ അൽദൈദ് എന്നിവിടങ്ങളിലാണ് പുതിയ സ്റ്റേഷനുകൾ പ്രഖ്യാപിച്ചത്. നേരത്തെ പ്രഖ്യാപിച്ച അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, ദുബൈ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്, ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി, ഫുജൈറയിലെ അൽ ഹിലാൽ എന്നിവയ്ക്ക് പുറമെയാണ് പുതിയ സ്റ്റേഷനുകൾ. ഘട്ടം ഘട്ടമായാണ് ഈ സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിക്കുക. UAEയിലെ 7 എമിറേറ്റുകളിലെ പ്രധാനപ്പെട്ട 11 നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഇത്തിഹാദ് റെയിൽ കടന്നുപോവുക. ഓരോ എമിറേറ്റിലെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധം പ്രത്യേകം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് ഇത്തിഹാദ് റെയിലിന് സ്റ്റേഷൻ നിശ്ചയിച്ചതെന്ന് ഡെപ്യൂട്ടി CEO അസ അൽ സുവൈദി പറഞ്ഞു. ഈ വർഷം പാസഞ്ചർ സർവീസ് ആരംഭിക്കാൻ ഇത്തിഹാദ് റെയിൽ സർവ്വസജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ വൺ, ദുബായ്. കുവൈറ്റിൽ റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലെ ഒരു ഭാഗം ഇന്ന് വൈകിട്ട് മുതൽ പൂർണ്ണമായി അടച്ചിടും. എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സ്ട്രീറ്റ് മുതൽ സെക്കൻഡ് റിംഗ് റോഡ് സ്ട്രീറ്റ് വരെയുള്ള ഭാഗമാണ് അടച്ചിടുന്നത്. ഞായറാഴ്ച പുലർച്ചെ വരെ തുടരാനാണ് തീരുമാനം. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഡൈവേർഷൻ ഉൾപ്പെടെയുള്ള ട്രാഫിക് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും സ്ഥലത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാനും വാഹനയാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. സൗദിയിൽ ഹോട്ടൽ വാടക നിരക്കിൽ വർധനവ് തുടരുന്നു. 2025 മൂന്നാം പാദത്തിൽ രാജ്യത്തെ ശരാശരി ഹോട്ടൽ മുറികളുടെ താമസ നിരക്ക് 341 റിയാലിലെത്തിയതായാണ് റിപ്പോർട്ട്. ഗസ്റ്റാച്ചാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2025 മൂന്നാം പാദത്തിൽ രാജ്യത്തെ ഹോട്ടൽ മുറികളുടെ താമസ നിരക്കിൽ 2.9% വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2024 46.1% 2025 അവസാനത്തോടെ 49.1% ഉയർന്നു. എന്നാൽ അപ്പാർട്ട്മെന്റുകളിലും മറ്റു ആതിഥ്യ സൗകര്യങ്ങളിലും താമസ നിരക്കിൽ ഇക്കാലയളവിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. 2024 58% 0.5% കുറവോടെ 2025
57.4%. രാജ്യത്ത് ലൈസൻസ് നേടിയ ടൂറിസ്റ്റ് ആതിഥ്യ സൗകര്യങ്ങളുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വർധനവ് രേഖപ്പെടുത്തി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ബഹ്റൈനിലെ പ്രധാന റോഡുകളിൽ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ നിരോധിച്ചേക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് ഈ നിർദ്ദേശം അവലോകനം ചെയ്ത ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. ഡെലിവറി ബൈക്കുകൾ നിരന്തരമായി അപകടങ്ങൾ സൃഷ്ടിക്കുന്നതായും ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് നിരോധനമെന്ന ആവശ്യം ബഹ്റൈനിലെ എംപിമാർ ശക്തമാക്കിയിരിക്കുന്നത്. കുവൈത്തിലേതിനു സമാനമായി പ്രധാന റോഡുകളിൽ ഡെലിവറി ബൈക്കുകൾ പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1000-ലധികം ഡെലിവറി ബൈക്കുകൾ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചെടുത്തതായും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പാർലമെന്ററി കമ്മിറ്റിയും ആഭ്യന്തര മന്ത്രാലയവും ഈ നിർദ്ദേശത്തെ എതിർക്കുകയാണ്. ഡെലിവറി ബൈക്കുകൾക്ക് പ്രധാന റോഡുകളിൽ നിരോധനം ഏർപ്പെടുത്തുന്നത് ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കാനും രാജ്യത്തെ ട്രാഫിക് ഫ്ലോയെ പ്രതികൂലമായി ബാധിക്കാനും മാത്രമേ കാരണമാകൂ എന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. നിരോധനത്തിന് പകരം കർശനമായ നിരീക്ഷണവും പരിശോധനകളും ഏർപ്പെടുത്തി ട്രാഫിക് നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. എന്നാൽ പാർലമെന്റ് അംഗങ്ങൾ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഈ വിഷയത്തിൽ വിശദമായി അവലോകനം ചെയ്യുകയും ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയുമാകും ചെയ്യുക. മീഡിയ 1, ബഹ്റൈൻ. ദുബൈയിൽ ഡ്രൈവറില്ലാ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ സെന്റർ തുറന്നു. അപ്പോളോ ഗോ പാർക്ക് എന്ന പേരിൽ ദുബായ് സയൻസ് പാർക്കിലാണ് കൺട്രോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ചൈനയിലെ ബൈദൂസ് ഇന്റലിജന്റ് ഡ്രൈവിംഗ് ഗ്രൂപ്പും ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് ദുബായ് അപ്പോളോ ഗോ പാർക്കിന് തുടക്കം കുറിച്ചത്. ചൈനയ്ക്ക് പുറത്ത് ബൈദു ഗ്രൂപ്പ് ആരംഭിക്കുന്ന ആദ്യ ഓട്ടോണമസ് വെഹിക്കിൾ കൺട്രോൾ സെന്ററാണിത്. RTA ചെയർമാൻ മത്താർ അൽ തായർ, ബൈദു ഗ്രൂപ്പ് കോർപ്പറേറ്റ് വൈസ് പ്രസിഡന്റ് യുങ് പെങ് വാങ് എന്നിവർ ചേർന്ന് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ നിയന്ത്രണ കേന്ദ്രത്തിൽ 100-ലധികം ജീവനക്കാരുണ്ടാകും. അപ്പോളോ ഗോ എന്ന ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ ഫ്ലീറ്റ് ഓപ്പറേഷൻ, അറ്റകുറ്റപ്പണികൾ, ചാർജിംഗ്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, സുരക്ഷാ പരിശോധന എന്നിവയെല്ലാം ഈ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. ഡ്രൈവിംഗ് സീറ്റിൽ സുരക്ഷയ്ക്കായി ഡ്രൈവർ ഇല്ലാതെ തന്നെ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബൈയിലെ പൊതു റോഡിൽ പരീക്ഷിക്കാനാണ് RTA ബൈദു കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. 1000 അപ്പോളോ ഗോ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബായ് റോഡുകളിൽ ഇറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വാഹനങ്ങളുടെ പരീക്ഷണത്തിന് കമ്പനിക്ക് അനുമതി ലഭിച്ചത്. ഈ വർഷം ആദ്യപാദത്തിൽ അപ്പോളോ ഗോയുടെ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ സേവനം ദുബായ് നഗരത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യം. മീഡിയ 1, ദുബായ്. ഒമാനി പൗരന്മാരായ ജീവനക്കാരെ പിരിച്ചുവിടാൻ മുൻകൂർ അനുമതി വേണമെന്ന് തൊഴിൽ മന്ത്രി മഹാദ് ബിൻ സഈദ് ബാവൈൻ. മുൻകൂർ പരിശോധനയും അനുമതിയും കൂടാതെ ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കാൻ കമ്പനികൾക്ക് അനുവാദമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ടെലികോം മേഖലയിലെ സമീപകാല പിരിച്ചുവിടലുകളെക്കുറിച്ച് ശൂറ കൗൺസിലിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മുൻകൂർ അനുമതി കൂടാതെ കമ്പനികൾക്ക് ഒമാനി ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഒമാൻ തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സഈദ് ബവൈൻ. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ സമീപകാല പിരിച്ചുവിടലുകളെക്കുറിച്ച് ഷൂറ കൗൺസിൽ ഉയർന്ന ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. തൊഴിൽ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിനായി അഭ്യർത്ഥന സമർപ്പിക്കാതെ ഒരു കമ്പനിക്കും ഒരു ഒമാനി പൗരനെയും പിരിച്ചുവിടാൻ അനുവാദമില്ലെന്ന് മന്ത്രി പറഞ്ഞു. സമീപ മാസങ്ങളിൽ ഒരു ടെലികോം കമ്പനിയിലെ ഒമാനി ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ കൗൺസിൽ അംഗം ഹുസൈൻ അലവാത്തിയാണ് ആശങ്ക ഉന്നയിച്ചത്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മന്ത്രാലയത്തെ അറിയിക്കാതെ പിരിച്ചുവിടലുകളുമായി മുന്നോട്ടു പോകുന്ന ഏത് കമ്പനികൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഓപ്ഷനുകൾ ജീവനക്കാർ അംഗീകരിച്ചാൽ മന്ത്രാലയം ഇടപെടില്ല. തൊഴിൽ രംഗത്ത് നീതി ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. തൊഴിൽ വിപണിയിലെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനായി മന്ത്രാലയം ചട്ടക്കൂട് രൂപപ്പെടുത്തി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1, മസ്കത്ത്. പ്രവാസികൾക്ക് വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി പ്രമുഖ കുവൈറ്റ് ബാങ്കുകൾ. പുതുക്കിയ മാനദണ്ഡപ്രകാരം മാസശമ്പളം 3000 ദിനാറിന് മുകളിലുള്ള പ്രവാസികൾക്ക് പരമാവധി 70,000 ദിനാർ വരെ വായ്പ ലഭിക്കും. ശമ്പളം 1500 ദിനാറിന് മുകളിലുള്ളവർക്ക് പരമാവധി 50,000 ദിനാർ വരെയും 600 ദിനാർ മുതൽ ശമ്പളം ലഭിക്കുന്നവർക്ക് 15,000 ദിനാർ വരെ വായ്പ അനുവദിക്കുമെന്നും ബാങ്കുകൾ വ്യക്തമാക്കി. അതേസമയം മാസത്തവണ അപേക്ഷകന്റെ ശമ്പളത്തിന്റെ 40% കൂടാൻ പാടില്ലെന്നും നിബന്ധനയുണ്ട്. സാമ്പത്തികമായി ഭദ്രതയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിയിൽ സ്ഥിരതയുള്ളവർക്കുമാണ് മുൻഗണന. വായ്പയുടെ തിരിച്ചടവ് കാലാവധി പരമാവധി 7 വർഷം വരെയായിരിക്കും. കൃത്യനിഷ്ഠത പാലിക്കുന്നതിൽ അഭിമാന നേട്ടവുമായി സൗദി എയർലൈൻസ്. സിറിയം ഏവിയേഷൻ സർവേയുടെ ആഗോള റാങ്കിങ്ങിലാണ് എയർലൈൻസിന്റെ 2ാമത്തെ സ്ഥാനം. 86% സർവീസിലും കൃത്യസമയം പാലിച്ചതാണ് നേട്ടം. അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സിറിയം കമ്പനിയുടേതാണ് റിപ്പോർട്ട്.
2025 റിപ്പോർട്ടിലാണ് സൗദി എയർലൈൻസ് രണ്ടാമതെത്തിയത്. വിമാനം പുറപ്പെടുന്ന സമയവും എത്തിച്ചേരുന്ന സമയവും സൗദി എയർലൈൻസ് 86.53% കൃത്യത പാലിച്ചു. 4 ഭൂഖണ്ഡങ്ങളിലെ 100-ലധികം വിമാനത്താവളങ്ങളിലേക്ക് 2 ലക്ഷത്തിലേറെ സർവീസുകളാണ് സൗദി എയർലൈൻസ് കഴിഞ്ഞ വർഷം നടത്തിയത്. തുടർച്ചയായി 2ാം വർഷമാണ് സൗദി എയർലൈൻസ് ഈ നേട്ടം നിലനിർത്തുന്നത്. ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ കൃത്യമായി പാലിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉംറ, ഹജ്ജ് സീസണിൽ ഉയർന്ന തോതിൽ വിമാന സർവീസുകൾ ഉണ്ടായിരുന്നിട്ടും സൗദി എയർലൈൻസ് വിമാന ഷെഡ്യൂളുകളിൽ ഉയർന്ന തോതിൽ കൃത്യനിഷ്ഠത പാലിച്ചു. നിലവിലുള്ള 149 വിമാനങ്ങളുടെ കൂട്ടത്തിലേക്ക് അടുത്ത വർഷങ്ങളിൽ 118 പുതിയ വിമാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വിപുലീകരിക്കാനാണ് പദ്ധതി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാവിലെ വരെ പൊടിപടലങ്ങൾ ഉയർത്തുന്ന ശക്തമായ കാറ്റിനും ഇടവിട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാരാന്ത്യം പകൽ പൊതുവെ നേരിയ മുതൽ മിതമായ കാലാവസ്ഥയായിരിക്കുമെന്നും രാത്രിയിൽ താപനില ഗണ്യമായി കുറയുമെന്നും മുന്നറിയിപ്പുണ്ട്. കാർഷിക പ്രദേശങ്ങളിലും മരുഭൂമി മേഖലകളിലും മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി തെക്ക് കിഴക്കൻ കാറ്റ് വടക്കു പടിഞ്ഞാറിലേക്ക് മാറി വേഗം വർദ്ധിക്കാനിടയുണ്ടെന്ന് അറിയിച്ചു. തുറന്ന പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് ശക്തമാകാനും വടക്കൻ മേഖലകളിൽ ചിതറിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രവാസികൾക്കായി നിക്ഷേപ പദ്ധതികൾ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിദേശത്തു നിന്ന് തിരിച്ചുവരുന്ന ആളുകൾക്ക് ഗുണഫലം കിട്ടണമെന്നും സതീശൻ പറഞ്ഞു. ദോഹയിൽ കേരള ബിസിനസ് ഫോറം വേദിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ, ദോഹയിലാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്. അവിടെ വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ വി.ഡി. സതീശൻ എവിടെയാണുള്ളത്? ദിവ്യ, ഇന്ന് കേരള ബിസിനസ് ഫോറത്തിലാണ് ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിച്ചത്. നമ്മൾ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ ആരാഞ്ഞെങ്കിലും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല. എങ്കിലും അദ്ദേഹം ഇന്നത്തെ ഈ ബിസിനസ് ഫോറത്തിൽ വളരെ ഏകദേശം 10-15 മിനിറ്റ് നീണ്ട കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, അതുപോലെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു. പ്രധാനമായും അദ്ദേഹം പ്രവാസത്തെക്കുറിച്ച്, കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ച്, നിക്ഷേപം, അതുപോലെ കുടിയേറ്റം, ഈ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും സംസാരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവാസികൾ ധാരാളം പണം കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്, എങ്കിൽ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇതുവരെ ആയിട്ടില്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു ഭാവി രൂപപ്പെടുത്തുന്ന സിയാൽ മോഡലിൽ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കും. പ്രവാസികൾക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിന് ഗുണഫലം കിട്ടും, അവർക്ക് കൂടി ഗുണഫലം കിട്ടുന്ന ഒരു പദ്ധതിയാണ് തങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളൊരു കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി അദ്ദേഹം ഈ KBF-ൽ വെക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത്. ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നിലവിലുള്ളത്. കേരളം അക്കാര്യത്തിൽ പിറകോട്ട് സഞ്ചരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് വളരാൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലക്കായില്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്ലാന്റേഷൻ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. അതുമാത്രമല്ല, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. താൻ കൊളംബോയിൽ പോയപ്പോൾ കൊളംബോ വിമാനത്താവളത്തിൽ 200-ലധികം തെങ്ങിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ കണ്ടു. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റുകളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനൊന്നും കേരളത്തിനായിട്ടില്ല. ഈ പ്രവാസി സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ഇത്തരം വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതിനായി പ്രവാസികൾക്ക് നിക്ഷേപ പദ്ധതികൾ വേണം. തിരിച്ചു വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടണം. സിയാൽ മോഡൽ പദ്ധതിയാണ് പ്രവാസികൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല കുറിച്ചുകൂടി അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കുന്നു. ഇവിടെയുള്ള ഗൾഫിലുള്ള പ്രവാസികൾ ഈ പ്രവാസം കഴിഞ്ഞു വന്നാൽ നാട്ടിലേക്ക് തിരികെ വരുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ കുടിയേറ്റം യൂറോപ്പിലേക്കും അതുപോലെ അമേരിക്കൻ രാഷ്ട്രങ്ങളിലേക്കുമുള്ള കുടിയേറ്റം, ഈ കുടിയേറ്റത്തിന് ശേഷം യുവാക്കളൊന്നും തിരിച്ചു വരുന്നില്ല. അവിടെ നിന്നുള്ള പണം കൂടി വരുന്നില്ല. അതിനൊക്കെ താനടങ്ങുന്ന ആളുകൾ കൂടി അതിന് കുറ്റക്കാരാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അങ്ങനെയായി കഴിഞ്ഞു എന്നൊക്കെ വി.ഡി. സതീശൻ പറയുന്നുണ്ട്. ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷമായി ചെയ്ത ഏറ്റവും മികച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഹർത്താൽ പോലും തങ്ങൾ പ്രഖ്യാപിച്ചില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, പ്രതിപക്ഷം എല്ലാ കാലത്തും എല്ലാ സമയത്തും കേരളത്തിലെ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയനിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നും സതീശൻ ഈ കേരള ബിസിനസ് ഫോറത്തിൽ പറയുകയുണ്ടായി. ദിവ്യ.
ശരി, അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ദോഹയിൽ കേരള ബിസിനസ് ഫോറം വേദിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റു വാർത്തയിലേക്ക്. മദീനയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ ഖബറടക്കം ബഖിയിൽ പൂർത്തിയായി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി ഹാദിയ ഫാത്തിമ ഇന്നലെയാണ് മരിച്ചത്. അപകടത്തിൽ ആദ്യം മരണപ്പെട്ട മലപ്പുറം വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീലിന്റെയും കുടുംബാംഗങ്ങളായ 4 പേരുടെയും ഖബറടക്കം ഇന്നലെ നടത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ അപകടത്തിൽ മരിച്ച മലപ്പുറം വെള്ളില സ്വദേശി ജലീൽ, ഉമ്മ മൈമൂനത്ത്, ഭാര്യ തസ്നി, മകൻ ആദിൽ എന്നിവരുടെ ഖബറടക്കം നടന്ന ഹറമിലെ ബഖിയ മക്ബറ. ഇവിടെ മകൾ ഹാദിയ ഫാത്തിമയെയും ഇന്ന് പുലർച്ചെയുള്ള നമസ്കാരത്തിന് ശേഷം ഖബറടക്കി. 5 പേരാണ് വെള്ളിയാഴ്ചയിലെ അപകടത്തിൽ മരിച്ചത്. 7 മക്കളുള്ള ജലീലിന്റെ 4 മക്കളാണ് അപകട സമയം വാഹനത്തിലുണ്ടായിരുന്നത്. 3 പേർ നാട്ടിലായിരുന്നു. മകനും മകളും മരിച്ചതോടെ ബാക്കിയായ 2 പേർ മദീനയിലുണ്ട്. ഒരാൾ ആശുപത്രിയിൽ തുടരുകയാണ്. നാട്ടിലെ മക്കളും ബന്ധുക്കളും മദീനയിലുണ്ട്. മദീന സന്ദർശനം കഴിഞ്ഞ് മടങ്ങവേ ട്രെയിലർ ഇവരുടെ കാറിലേക്ക് തിരിഞ്ഞു കയറി ഇടിച്ചതാണ് അപകടത്തിന് കാരണം. മദീന ഹറമിലെ ഖബറടക്കത്തിൽ നിരവധി പേർ സംബന്ധിച്ചു. മീഡിയ 1 മദീന. UAE-യിൽ സംഗീതം, നൃത്തം, ഫാഷൻ തുടങ്ങി വിവിധ കലാപരിപാടികൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള രംഗോത്സവ് ദ ഇന്ത്യൻ നൈറ്റ് ഈ മാസം 18-ന് നടക്കും. ഷാർജ ഫ്ലാഗ് ഐലൻഡിൽ വെച്ചാണ് പരിപാടി നടക്കുക. പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകരായ സ്ട്രൈക്കേഴ്സ് ഡാൻസ് ആൻഡ് എന്റർടൈൻമെന്റ് സർവീസസ് അധികൃതർ അറിയിച്ചു. പത്മ രാമചന്ദ്രൻ, വെങ്കിടേഷ് രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അധികാരമേറ്റതിന്റെ വാർഷികാഘോഷങ്ങൾക്ക് ഒമാനിൽ തുടക്കമാകുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 11-ന് മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ ഖൂദിൽ അതിഗംഭീര വെടിക്കെട്ട് നടക്കും. കരിമരുന്ന് പ്രയോഗം രാത്രി 8 മണിക്ക് ആരംഭിക്കുമെന്ന് ദേശീയാഘോഷങ്ങളുടെ ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. പൊതുജനങ്ങൾ, ബന്ധപ്പെട്ട അധികാരികൾ പുറപ്പെടുവിച്ച സുരക്ഷാ ഗതാഗത മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുട്ടികൾക്ക് നൽകുന്ന നെസ്ലയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ UAE വിപണിയിൽ നിന്നും പിൻവലിച്ചു. എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റിന്റേതാണ് നടപടി. അസംസ്കൃത വസ്തുവിൽ ബാസിലസ് സെരിയസ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണിത്. NAN കംഫർട്ട് 1, ഒപ്റ്റിപ്രോ 1, സുപ്രീം പ്രോ, S26 അൾട്ടിമ, അൽഫാമിനോ എന്നീ ഉൽപ്പന്നങ്ങളാണ് പിൻവലിച്ചവയിൽ ഉൾപ്പെടുന്നത്. കുവൈറ്റിലെ ഓൾഡ് സാൽമിയ സൂഖിലെ വാണിജ്യ സമുച്ചയത്തിലെ കെട്ടിടത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ ബേസ്മെന്റിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. വിവരം ലഭിച്ചതോടെ അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. തീ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയന്ത്രണ വിധേയമാക്കിയതായും മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞതായും ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു. തീ പടർന്നതോടെ പ്രദേശത്ത് ഉയർന്ന പുക ജനങ്ങളെയും സമീപത്തെ കെട്ടിടങ്ങളെയും ആശങ്കയിലാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ ഷുവൈഖ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തെരുവ് നായ്ക്കളുടെ സാന്നിധ്യവും ആക്രമണങ്ങളും വർദ്ധിച്ചതോടെ പ്രവാസി തൊഴിലാളികൾ ആശങ്കയിലാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളുടെ എണ്ണം ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ. തെരുവുകളിലും നടപ്പാതകളിലും തുറസായ സ്ഥലങ്ങളിലും നായ്ക്കളെ പതിവായി കാണുന്നുവെന്ന് താമസക്കാർ പറയുന്നു. ന്യൂസ് പേപ്പർ സ്ട്രീറ്റ് പ്രദേശത്ത് സ്ഥിതി രൂക്ഷമാണെന്നും ആക്രമണങ്ങളും കടിയേറ്റ സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 1 വഴി ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി. സൈക്കോട്രോപിക് വിഭാഗത്തിൽപ്പെടുന്ന 3488 മയക്കുമരുന്ന് ഗുളികകളുമായി എത്തിയ ഒരു വനിതാ യാത്രക്കാരിയെ പിടികൂടി. ഇത്യോപ്യയിലെ ആഡിസ് അബബയിൽ നിന്ന് എത്തിയ യാത്രക്കാരിയെ സംശയം തോന്നി പരിശോധിച്ചതോടെയാണ് ഗുളികകൾ കണ്ടെത്തിയത്. ബോഡി പൗഡർ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. പിടിച്ചെടുത്ത വസ്തുക്കൾ തുടരന്വേഷണത്തിനായി ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ കൺട്രോൾ വിഭാഗത്തിന് കൈമാറി.
ഖത്തറിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന് കീഴിൽ സഹറ റോസ്റ്റർ ട്രേഡിംഗ് ദോഹയിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽ മൻസൂറിലെ എബിൻ ദിർഹം സ്ട്രീറ്റിലാണ് സ്ഥാപനം. പ്രീമിയം റോസ്റ്ററി എന്ന ആശയവുമായാണ് സഹറ റോസ്റ്റർ പ്രവർത്തനം തുടങ്ങിയത്. ഖത്തറിലെ സാമൂഹിക വാണിജ്യ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗ്രാൻഡ് മോൾ റീജിയണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. സിസിഒ കുവൈറ്റ് വസീം ഷരീഫ് ബിസിക്ക് നൽകിയ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തവും നിലവാരമുള്ളതുമായ ഷോപ്പിംഗ് അനുഭവമാണ് ലക്ഷ്യമെന്ന് അഷ്റഫ് ചിറക്കൽ പറഞ്ഞു. ഖത്തറിലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുകളിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നജ്മ, മൻസൂറ അല്ലെങ്കിൽ വിവിധ പ്രോവിൻസുകളിൽ ഞങ്ങളുടെ ഒരു പ്രസൻസ് അത് അവർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു കൺസെപ്റ്റിൽ ഒരു നാട്ടിൽ ഗോ ഹോം ബാക്ക് ഹോം പാക്കേജ്, അവർ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ലഗേജിൽ ഉൾക്കൊള്ളാവുന്ന എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മിനി കൺസെപ്റ്റാണ് ഇന്ന് സഹറ ട്രേഡിംഗ് റോസ്റ്ററി ട്രേഡിംഗ് എന്ന പേരിൽ ഞങ്ങളുടെ ഇന്നിവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു തുടക്കമാണ്. ഈ വർഷം ഒരു 8 ഔട്ട്ലെറ്റിലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ മിനി കൺസെപ്റ്റായിട്ട്. റോസ്റ്ററി ഉൽപ്പന്നങ്ങൾ, കൺഫെക്ഷനറി, നോൺ ഫുഡ് ഐറ്റംസ്, ഹെർബൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് സഹറ റോസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ സിഇഒ നിതിൻ, സിസിഒ കുവൈറ്റ് ഷരീഫ് ബിസി, ജനറൽ മാനേജർ അജിത് കുമാർ, മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ജിദ്ദയിൽ നടക്കുന്ന സിഫ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ റിയൽ കേരള FC, സാബിൻ FC ടീമുകൾ ഏറ്റുമുട്ടും. നാളെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടങ്ങൾ. ദേശീയ താരങ്ങൾ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ അണിനിരക്കും. ആഴ്ചകൾ നീണ്ട സിഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരങ്ങളാണ് നാളെ നടക്കുന്നത്. എ ഡിവിഷനിൽ മുൻ ചാമ്പ്യന്മാരായ റിയൽ കേരള FC, സാബിൻ FCയുമായാണ് ഫൈനലിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന എ ഡിവിഷൻ സെമി ഫൈനലിൽ അർക്കാസ് ബ്ലാസ്റ്റേഴ്സ് FCയെ 1-2 ഗോളുകൾക്ക് തകർത്താണ് റിയൽ കേരള FC ഫൈനലിൽ പ്രവേശിച്ചത്. രണ്ടാം സെമിയിൽ സാബിർ FC മഹ്ജർ FCയെയും പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം പിടിച്ചു. ബി ഡിവിഷനിൽ യാസ് FCയും ന്യൂകാസിൽ FCയുമായാണ് ഫൈനലിൽ കളിക്കുന്നത്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് വൈകിട്ട് 4 മുതൽ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ദേശീയ താരങ്ങൾ ഉൾപ്പെടെ വിവിധ ടീമുകൾക്കായി ബൂട്ടണിയും. മീഡിയ 1 ജിദ്ദ. ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ സ്വന്തം രാജ്യക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ആഫ്രിക്കൻ പൗരനെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന സമയത്ത് പ്രതിയും ഇരയും ഒരു ഫാമിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്തിരുന്നുവെന്ന് പ്രാഥമികമായി കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതികൾക്കെതിരെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ഒമാൻ കൂടുതൽ തണുപ്പിലേക്ക്. രാജ്യത്തെ പല ഗവർണറേറ്റുകളിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ താപനിലയിൽ കുത്തനെ ഇടിവ് രേഖപ്പെടുത്തിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ജബൽ ഷംസിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. -2.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. സൈക്കിൽ 3.4 ഡിഗ്രി സെൽഷ്യസും മുക്ഷനിൽ 9.4 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. ഔദ്യോഗിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നാണ് റീഡിംഗുകൾ എടുത്തതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ഫ്രാൻസ്, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കോഴി ഇറക്കുമതിക്ക് വിലക്കേർപ്പെടുത്തി സൗദി അറേബ്യ. ഇവിടങ്ങളിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് താൽക്കാലിക നിരോധനം. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് തീരുമാനം. ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കോഴിയിറച്ചിയും കോഴിമുട്ടയും ഇറക്കുമതി ചെയ്യുന്നതിനാണ് നിലവിലെ വിലക്ക്. താൽക്കാലിക നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളിലായി പക്ഷിപ്പനിയും ന്യൂകാസിൽ രോഗവും പടരുന്നുണ്ട്. ഇക്കാര്യം ലോക മൃഗാരോഗ്യ സംഘടനയായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം. വൈറസിനെ ഇല്ലാതാക്കാൻ ഉയർന്ന താപനിലയ്ക്ക് വിധേയമാക്കിയ കോഴിയിറച്ചിക്കും കോഴിമുട്ടയ്ക്കും നിരോധനം ബാധകമല്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കൂ. ഔദ്യോഗിക അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇറക്കുമതി അനുമതി നൽകുകയുള്ളൂവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. 2 ഡ്രൈവർമാർക്ക് മൈനർ ക്രിമിനൽ കോടതി തടവും പിഴയും വിധിച്ചു. ഒന്നാം പ്രതിക്ക് 1 മാസത്തെ തടവും രണ്ടാം പ്രതിക്ക് 6 മാസത്തെ തടവുമാണ് ശിക്ഷ. കൂടാതെ ഇരുവർക്കും 1000 ബഹ്റൈൻ ദിനാർ വീതം കോടതി പിഴ ചുമത്തി.
അനുമതിയില്ലാതെ റേസിംഗ് നടത്തുകയും അശ്രദ്ധമായി വാഹനമോടിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. മത്സരത്തിന് ഉപയോഗിച്ച 2 വാഹനങ്ങളും കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടു. നസ്ലയുടെ അറിയിപ്പിനെ തുടർന്ന് കുവൈറ്റ് വിപണിയിൽ നിന്ന് ചില ബേബി ഫുഡ് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അറിയിച്ചു. അറാച്ചിഡോണിക് ആസിഡ് എണ്ണയിൽ സെല്ലുലൈഡ് വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തിരിച്ചു വിളിച്ച ബാച്ച് നമ്പറുകൾ പരിശോധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. കുവൈറ്റിനൊപ്പം UAE, ഖത്തർ, സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളും സമാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പരീക്ഷകളുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പരീക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നവർക്കും സഹായിക്കുന്നവർക്കും നിയമ നടപടിയുണ്ടാകും. പരീക്ഷാ പ്രക്രിയ നിരന്തരവും കർശനവുമായ നിരീക്ഷണത്തിലാണെന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ തുടർ നടപടികൾക്കായി ആഭ്യന്തര മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട സഹായം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന അനധികൃത ഗ്രൂപ്പുകളെ ഒഴിവാക്കണമെന്ന് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ തബൂക്കിൽ മലർവാടി കുട്ടികൾക്കായി കലാമേള സംഘടിപ്പിക്കുന്നു. 3 വിഭാഗങ്ങളിലായി വ്യത്യസ്ത മത്സരങ്ങളും മേളയുടെ ഭാഗമാകും. നാളെ ഉച്ചയ്ക്ക് 1 മണി മുതലാണ് പരിപാടികൾക്ക് തുടക്കമാവുക. കലാരവം എന്ന പേരിലാണ് കലാമേള ഒരുക്കുന്നത്. തബൂക്കിലെ വീലസ് റിസോർട്ട് ആൻഡ് അരീനയിൽ നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ മേള ആരംഭിക്കും. ഒപ്പന, കവിത, മാപ്പിളപ്പാട്ട്, കളറിംഗ് തുടങ്ങി വ്യത്യസ്ത ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറും. കിഡ്സ്, ജൂനിയർ, സീനിയർ എന്നീ കാറ്റഗറികളിലാണ് മത്സരങ്ങൾ. 200ഓളം വിദ്യാർത്ഥികൾ 35ഓളം വ്യത്യസ്ത ഇനങ്ങളിലായിട്ടാണ് മാറ്റുരയ്ക്കുന്നത്. കുട്ടികളുടെ സർഗശേഷിയും കലാവാസനയും വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ പ്രവാസ ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ മലർവാടി ലക്ഷ്യമാക്കുന്നത്. വൈകിട്ട് സമാപന സംഗമവും സമ്മാനദാനവും നടക്കും. ചടങ്ങിൽ അക്കാദമി മേഖലയിലെ പ്രമുഖരും തബൂക്കിലെ വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. മീഡിയ 1 ജിദ്ദ. സൗദി റിയാദിലെ പരമ്പരാഗത മത്സ്യചന്ത വീണ്ടും സജീവമാകുന്നു. പഴയ സൗദിയുടെ മത്സ്യവിപണനത്തിൽ ഈ മാർക്കറ്റ് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. മലയാളികളടക്കം നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇന്നും ഈ ചന്ത. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ സാധനം ഫ്രഷ് സാധനം കിട്ടണമെങ്കിൽ അൽബരിയയിലെ 1, 2, 3 2 നമ്പർ വന്നാൽ മതി. ഇവരെ സാധനം ഏത് സാധനം ഇതും കിട്ടും. റിയാദിലെ മുറബയിലെ ഫിഷ് മാർക്കറ്റിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു കാലത്ത്, അതായത് 1970-80കളിൽ സജീവമായ മത്സ്യവ്യാപാരം നടന്നിരുന്നത് ഇവിടെയാണ്. ഇന്നും ഇതിനകത്ത് മലയാളികളടക്കം നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ട്. ആ ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു കാലത്ത് റിയാദിന്റെ പ്രധാന ഭക്ഷ്യവിപണികളിലൊന്നായിരുന്നു മുറബ ഫിഷ് മാർക്കറ്റ് അഥവാ മഹാർ സൂഖ് അൽ സമക്. 70കളിലും 80കളിലും റിയാദിൽ മത്സ്യവിപണിക്ക് ആവശ്യകത ഉയർന്നതോടെയാണ് ഈ മാർക്കറ്റിന്റെ പ്രാധാന്യം വർദ്ധിച്ചത്. അതായിരുന്നു ഈ മാർക്കറ്റിന്റെ പ്രതാപകാലവും. പുതിയ സംവിധാനങ്ങളും പൊലിമകളുമുള്ള മാർക്കറ്റുകൾ വന്നതോടെയാണ് മുറബ ഫിഷ് മാർക്കറ്റിന് പ്രാധാന്യം കുറഞ്ഞത്. എന്നാൽ ഇന്നും നിരവധി മലയാളികളടക്കം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇടക്കാലത്ത് സൂഖ് അടച്ചിട്ടുവെങ്കിലും വീണ്ടും ഇപ്പോൾ സജീവമായി തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വാങ്ങലേ. പല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഫ്രഷ് നല്ല കണ്ടപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരൽ തുടങ്ങി. ഇതിന് മുന്നേ ഇതൊന്ന് ക്ലോസ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് വന്ന് റിനോവേഷനൊക്കെ കഴിഞ്ഞാണ്ട് തുടങ്ങിയപ്പോൾ നല്ല ഇതായിട്ട് തോന്നി. അങ്ങനെ ക്ലീനിങ് അവിടെ നമുക്ക് ഏത് മീനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചെറുമീനൊന്നും ക്ലീൻ ചെയ്ത് തരില്ല. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ മലയാളികളെ മത്തി ഒക്കെ വാങ്ങണമല്ലേ, അപ്പോൾ അവർ ക്ലീൻ ചെയ്യില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ ഏത് മീൻ കൊടുത്താലും ക്ലീൻ ചെയ്ത്.
ക്യാമറ കണ്ടതും ശ്രീലങ്കൻ ജീവനക്കാരനായ ജലാൽ വാചാലനായി. കഴിഞ്ഞ 15 കൊല്ലമായി ജലാൽ ഇവിടെയുണ്ട്. 5-ലധികം ഭാഷകൾ ഇവിടെ നിന്നാണ് ഇദ്ദേഹം വശത്താക്കിയത്. നല്ല എല്ലാം ഫ്രഷാണ്. രാവിലെ 6 മണിക്ക് വരും, മീനൊക്കെ വരും. 1 മണി ഓപ്പൺ ആവും. പിന്നെ രാത്രി 12 മണിയെ പൂട്ടും. നല്ല ഫ്രഷ് സാധനം എല്ലാം. വിലയൊക്കെ കുറവാണ്, നല്ല വില കുറവാണ്, നല്ല മീഡിയം പ്രൈസാണ്. ഇവിടെ ഞാൻ 20 കൊല്ലമായി. ഏത് ലാംഗ്വേജും പറയാനോ കുഴപ്പമില്ല. ജിദ്ദ, ദമ്മാം, ജീസാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ലോറികളിൽ കയറ്റി ഇവിടേക്ക് മത്സ്യമെത്തുന്നത്. അതിരാവിലെ ലോഡുകൾ ഇറങ്ങിത്തുടങ്ങും. പിടക്കുന്ന മീൻ വാങ്ങണമെങ്കിൽ രാവിലെ തന്നെ ഇവിടെ വരണമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഗുണമേന്മയുടെ കാര്യത്തിൽ ഇന്നും ഈ മാർക്കറ്റ് മുന്നിലാണ്. ഇവിടെ ഏറ്റവും കൂടുതലും വരുന്ന മലയാളീസ് ഫാമിലീസ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ തമിഴ് കസ്റ്റമറും, ചെന്നൈ തമിഴ് കസ്റ്റമറും വരുന്നുണ്ട്. നല്ല മീനാണ് ഇവിടെ കൊടുക്കുന്നത്. ഫ്രഷ് ദിവസവും വരുന്ന മീൻ, ദമാമോ ജിസാനിൽ നിന്ന് വരുന്ന ദിവസവും വരുന്ന മീന. വിലക്കുറവാണ്, നല്ല മീൻ, എല്ലാ മീനും വിലക്കുറവാണ്. ഇത് വെളുത്താവളിയ നല്ല ദുബായിലെ സാധനമാണ്, ഫ്രഷ് സാധനമാണ്. അയല, മത്തി, ചെമ്മീൻ, അമൂർ, കോര തുടങ്ങി എല്ലാവിധ മത്സ്യങ്ങളും ഇവിടെ സുലഭമാണ്. റീറ്റെയിൽ വ്യാപാരത്തിന് പുറമെ പ്രാദേശിക കച്ചവടക്കാർക്കും റെസ്റ്റോറന്റുകൾക്കും ഇവിടെ നിന്നും മത്സ്യം വിതരണം ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയുടെയും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെയും മേൽനോട്ടത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഗുണമേന്മയില്ലാത്ത മത്സ്യം ഇവിടെ വിപണനം ചെയ്യാൻ കഴിയില്ല. പഴകിയ മീൻ ഇവിടെ വെക്കാൻ പറ്റൂല. കാരണം ഇവർ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള വലിയ, അതായത് ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വരും. ഇത് ബ്രാഞ്ചാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് അവർ വന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഒരു കടക്കാർക്കും പഴകിയ മീൻ വിൽക്കാൻ കഴിയില്ല. മത്സ്യം വാങ്ങി ചന്തയുമായി ബന്ധപ്പെട്ട റെസ്റ്റോറന്റിൽ നൽകിയാൽ രുചിയോടെ ഇഷ്ടാനുസരണം പാകം ചെയ്ത് കഴിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. റിയാദ് നാഷണൽ മ്യൂസിയത്തിന് തൊട്ടായി സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിന് ചുറ്റും പച്ചക്കറി, ഗ്രോസറി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായുള്ള ചെറിയ മാർക്കറ്റുകളുമുണ്ട്. സൗദിയുടെ വേഗതക്കൊത്ത് കുതിപ്പിന് ആക്കം കൂട്ടുകയാണ് സൂഖ് അൽ സമക്. ഇതിനോടൊപ്പം പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഈ ചന്തയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും. നല്ല മത്സ്യം വാങ്ങാനും വെറും വിനോദത്തിനുമായി മലയാളികളും വിദേശികളുമടക്കം നിരവധി പേരാണ് നിത്യേന ഇവിടെ സന്ദർശകരായി എത്തുന്നത്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ബഹ്റൈനിൽ കാർ വാടകയ്ക്കെടുത്ത 1210 ദിനാർ കുടിശ്ശിക വരുത്തിയ കേസിൽ യുവതിയുടെ ശിക്ഷ ശരിവെച്ചു. നടപടി കരാർ കാലാവധി കഴിഞ്ഞിട്ടും വാടക നൽകാത്തതോടെ. മാപ്പിള കലാ അക്കാദമി മസ്കറ്റ് ചാപ്റ്ററിന് തുടക്കം. മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടി ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. സൗദിയിൽ റിയാദ് OICCയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സലീം കളക്കര ഉദ്ഘാടനം ചെയ്തു. സൗദി ഹായലിൽ മരിച്ച അനൂപിന്റെ കുടുംബത്തിനുള്ള സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പാണക്കാട് ഹാമിദ് അലി ശിഹാബ് തങ്ങൾ വീട് ഹായലിൽ KMCCയുടെയും ജനകീയ കമ്മിറ്റിയുടെയും സഹകരണത്തോടെ.